We are discussing some short answer questions. The first one is define D'Alembert principle. ഓക്കെ, അപ്പോൾ D'Alembert പ്രിൻസിപ്പിൾ എന്താണ് ഡിഫൈൻ ചെയ്യുക, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ആ ക്വസ്റ്റിനെ നമ്മളറിയാം, ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് പ്ലസ് ഇനേർഷ്യ ഫോഴ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസ്, അതുപോലെ തന്നെ ഇനേർഷ്യ ഫോഴ്സ്, ആ ബോഡിയിലുള്ള ഇനേർഷ്യ ഫോഴ്സിൻ്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡി ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാം. ഓക്കെ, ഇതിന് സ്റ്റേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് D'Alembert പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ D'Alembert പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് വെൻ എ സിസ്റ്റം ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം the vector sum of all the external forces and inertia force acting upon a rigid body is 0. Okay, this is the definition of the D'Alembert principle. Okay, there are two equations. The net force acting on a body or rigid body equal to 0, and net torque acting on a body which is equal to 0. Okay, that is sigma F plus inertia force equal to 0, then sigma torque plus inertia torque which is equal to 0. Okay, this is the first question. Second one, what do you mean by equivalent dynamic system? What do you mean by equivalent dynamic system അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വലൻറ്റ് സിസ്റ്റം എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ കേസിലാണ് നമ്മൾ എടുത്തു പറയുന്നത്. കണക്റ്റിംഗ് റോഡിൻ്റെ കേസ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിക്സിനകത്ത് കണക്റ്റിംഗ് റോഡിൻ്റെ കേസ് നമുക്കറിയാം. കണക്റ്റിംഗ് റോഡ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ലീനിയർ മോഷൻ, ഇറ്റ് പെർഫോംസ് ആൻ ഓസിലേറ്റിംഗ് മോഷൻ. Okay, so it undergoing an oscillating motion, so it is very difficult to consider the inertia. So ഡൈനാമിക് ഇക്വിലിബ്രിയം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡിനെ നമ്മൾ 2 മാസ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം സിസ്റ്റം എന്ന് പറയുന്നത്. ദ മോഷൻ ഓഫ് ദ കണക്റ്റിംഗ് റോഡ് ഈസ് നോട്ട് ലീനിയർ, സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ ഇനേർഷ്യ. ദർ ഈസ് എ ഇനേർഷ്യ ഈസ് ടേക്കൺ into account by considering the mass of the connecting rod into 2 parts acting on this point. ഓക്കെ, അപ്പോൾ എൻ്റയർ മാസ്, ഇപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ മാസ് ഒരു 20 കിലോഗ്രാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 മാസമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ 2 മാസ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ അങ്ങനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. There are some conditions we need to satisfy. അതാണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സം ഓഫ് ദ 2 മാസ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. കണക്റ്റിംഗ് റോഡിൻ്റെ മാസും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന 2 മാസ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസും കൂടെ എടുക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം. സെക്കൻഡ് വൺ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ 2 മാസ് മസ്റ്റ് കോയിൻസൈഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ബോഡി. 2 മാസ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുമ്പോഴും നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുമ്പോഴും അത് രണ്ടും കോയിൻസൈഡ് ചെയ്തിരിക്കണം. തേർഡ് വൺ, സം ഓഫ് ദ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ മാസസ് അബൌട്ട് ദെയർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മസ്റ്റ് ഈക്വൽ ടു ദ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുമ്പോഴും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിലാണോ ആക്ട് ചെയ്യുന്നത് ആ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കറക്റ്റ് ആയിരിക്കണം. മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ മാസ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് ദി ഗ്രാവിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി. അതാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു ഡൈനാമിക് ഈക്വലൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാൽക്കുലേഷൻസ് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ. നമുക്ക് ടോപ്പിൽ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, പി ടു സി ഈസ് ദ കണക്റ്റിംഗ് റോഡ് ലെന്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൽ, അതുപോലെ തന്നെ L1 L3 ഈ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിൻ്റ്. ദ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി താഴെ കാണുന്നതാണ് നമ്മൾ 2 മാസ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മാസ് M1, മാസ് M2, 2 മാസസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കണക്റ്റിംഗ് റോഡിനെ M1 ആൻഡ് M2 എന്ന് പറയുന്ന 2 മാസമായിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ലെന്ത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ഉള്ള ലെന്ത് L1, അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ലെന്ത് L1ഉം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിൻ്റെ ലെന്ത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, L1 which is equal to this L1. Okay, after that center of gravity വരുന്നത് ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും.
ദിസ് വൺ ഈസ് L3, ഹിയർ L2. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കില്ല ഈ L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. നമ്മുടെ ഇക്വലൻറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആവുന്ന ഡിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എ സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് ഇൻ ഡബിൾ ആക്ടിംഗ് കണ്ടീഷൻ. ഡബിൾ ആക്ടിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കണ്ടീഷനിലുള്ള ഡ്രോയിങ് ആണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ് മീൻസ് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം. സോ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ടേണിംഗ് മൊമെൻറ്റ് വേഴ്സസ് ക്രാങ്ക് ആംഗിൾ. ഓക്കെ, ടേണിംഗ് മൊമെൻറ്റ് മീൻസ് ടോർക്ക്, അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻറ്റ് ഏത് വേർഡ് യൂസ് ചെയ്യാം. ടേണിംഗ് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ക്രാങ്ക് ആംഗിളും, ക്രാങ്ക് ആംഗിൾ ഇൻ എക്സ് ആക്സിസ്, ടേണിംഗ് മൊമെൻറ്റ് വൈ ആക്സിസ്. ഇതിൻ്റെ രണ്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ടി തീറ്റ ഡയഗ്രാം അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇതാണ് കർവ്. ഓരോ 0 to 90, 90 to 180, 270 and 360 ഡിഗ്രിയിൽ വേരിയേഷൻ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേണിംഗ് മൊമെൻറ്റ്സ് ആണ് ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് ഡബിൾ ആക്ടിംഗ് കേസാണ്. ഓക്കെ, ഇനി ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എ 4-stroke സൈക്കിൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ടേണിംഗ് നമ്മുടെ 4 സിലിണ്ടർ കണ്ടീഷൻ, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് സിംഗിൾ സിലിണ്ടർ പറഞ്ഞിട്ട് നമുക്ക് 4 സ്ട്രോക്കിൻ്റെ 4 സിലിണ്ടർ കണ്ടീഷൻ അല്ലെങ്കിൽ 3 സിലിണ്ടർ കണ്ടീഷനിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, നമുക്ക് 4 സ്ട്രോക്കുകളുണ്ടെന്നറിയാം. സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, എസ്ഒ സ്ട്രോക്ക് ഉണ്ട്. 4 സ്ട്രോക്കുകളാണ് വരുന്നത്. ഓക്കെ, സെക്ഷൻ സ്ട്രോക്കിനകത്ത് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി. സെക്ഷൻ സ്ട്രോക്കിലേക്ക് വരുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും പ്രഷർ കുറവാണ്. സോ അവിടെ ഒരു നെഗറ്റീവ് സൈക്കിളാണ് ഫോം ചെയ്യുന്നത് ഇൻ സെക്ഷൻ സ്ട്രോക്കിൽ. കംപ്രഷൻ സ്ട്രോക്കിൽ വരുമ്പോൾ, കംപ്രഷൻ സ്ട്രോക്കിൽ നമ്മൾ വർക്ക് കൊടുക്കുകയാണ്, വർക്ക് കൊടുത്ത് കംപ്രസ് ചെയ്യുകയാണ്. കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് അവിടെയും നെഗറ്റീവ് സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് വർക്കിംഗ് സ്ട്രോക്ക്, തേർഡ് സ്ട്രോക്കാണ്. അവിടെയാണ് നമുക്കൊരു പവർ കിട്ടുന്ന സ്ട്രോക്ക് വരുന്നത്. ആ സ്ട്രോക്കിനകത്ത് എന്താണ്, നമുക്കൊരു പോസിറ്റീവ് ടോർക്ക് പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് ഒരു പോസിറ്റീവ് ലൂപ്പായിട്ട് മാറുന്നത്. ഫോർത്ത് വൺ എസ്ഒ സ്ട്രോക്ക്. എസ്ഒ സ്ട്രോക്ക് നമുക്കറിയാം, അതും നമ്മൾ പവർ കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ദ കർവ് വിൽ വേരി ലൈക്ക് ദിസ്. യു ക്യാൻ സീ ദാറ്റ് സക്ഷൻ, ആഫ്റ്റർ സക്ഷൻ കഴിഞ്ഞ് കംപ്രഷൻ ആൻഡ് വർക്കിംഗ് സ്ട്രോക്ക് ആൻഡ് എസ്ഒ സ്ട്രോക്ക്. ഓരോ സ്ട്രോക്കിലും ഉണ്ടാകുന്ന ടേണിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്കിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദർ ഇസ് എ മീൻ വാല്യൂ, ദിസ് ഈസ് ദ മെയിൻ ലൈൻ, ആൻഡ് മാക്സിമം ടോർക്ക് ഈ വർക്കിംഗ് സ്ട്രോക്കിൽ റേസ് ചെയ്തിരിക്കുന്ന എത്രയാണെന്ന് നമുക്ക് ഈ ഒരു ഡയഗ്രാമിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സിംഗിൾ സിലിണ്ടർ 4-stroke എഞ്ചിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാമാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഡയഗ്രാം വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ, മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനകത്ത് പവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് വേറെ ഒരു സിലിണ്ടറിൽ ഉണ്ടാവില്ല. ബട്ട് ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ അറ്റ് എ ടൈം പവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ നമുക്ക് അതിനകത്തെ നെഗറ്റീവ് വാല്യൂസിലേക്ക് വരുന്നില്ല. എന്ന് സംഭവിക്കുന്നത് എവിടെയെങ്കിലും ഒരു പവർ ഉള്ളതുകൊണ്ട്, ലൈക്ക് കമ്പൈൻഡ് ഡയഗ്രാം എടുക്കുമ്പോൾ ഇറ്റ്സ് എ കർവ് റെപ്രസെൻറ്റ് ലൈക്ക് ഇൻ ദിസ് ഫിഗർ. ഓക്കെ, സോ ആ ഒരു കർവ് രീതിയിലായിരിക്കും ഈ റിസൾട്ടൻ്റ് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്ന ആ ഒരു കർവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കർവിലാണ്, കർവ് പാറ്റേണിലാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ 3 സിലിണ്ടറിൻ്റെ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്, ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, അതുപോലെ തന്നെ 3 സിലിണ്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻസ് പല കളറിലുള്ള ലൈൻസിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ടോർക്കിൻ്റെ വേരിയേഷൻസ് ഓരോ സിലിണ്ടറിലും ഉണ്ടാകുന്നത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ നെറ്റ് റിസൾട്ടൻ്റ് ആണ് റിസൾട്ടൻ്റ് ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സോ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാമാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ്റെ ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. Okay, these are the short answer question for today. Thank you.